ഇംഗ്ലീഷ് എക്സാമിന് എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഡയറി എൻട്രി. സോ ഒരു ഡയറി എൻട്രിയുടെ ക്വസ്റ്റൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡയറി എൻട്രിയുടെ ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എഴുതാം, അതിന്റെ ഫോർമാറ്റോട് കൂടെ എഴുതാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: റോജർ ഫെൽറ്റ് വെരി ഇമോഷണൽ ആഫ്റ്റർ ലീവിംഗ് മിസ് ജോൺസസ് ഹൗസ്. He decided to write his feelings in a diary. Write the likely diary entry എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആ ഡേ ഏതാണെന്ന് കൊടുക്കണം, ആ ദിവസം ഏതാണെന്ന് കൊടുക്കണം, അതുപോലെ തന്നെ ആ ഡേറ്റും നമ്മൾ അവിടെ കൊടുക്കണം. ഇത് നിർബന്ധമാണ്, ഇതിന് ഒരു മാർക്ക് ഉണ്ട്. ഇനി ടൈം നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഡിയർ ഡയറി എന്ന് നമ്മളൊരു കത്ത് എഴുതുന്ന പോലെ ഡിയർ ഡയറി, നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ എഴുതേണ്ടത് പാസ്റ്റ് ടെൻസിലാണ്. അതായത് ഓൾറെഡി നടന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ വേറെ ഒരു കളറിൽ എഴുതി തരാം. ഓക്കെ, പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നടന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ വെർബിന്റെ V2ലാണ് നമ്മളിത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ എന്ത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ വളരെ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഐ അല്ലെങ്കിൽ മീ എന്നൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അഡ്രസ് ചെയ്യുക. ഇത് നോക്കിയേ, ഡിയർ ഡയറി, ടുഡേ വാസ് എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അല്ലേ നമ്മൾ ഡയറിയിൽ കൊടുക്കേണ്ടത് തോട്ട്സും അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെയാണ്. എന്താണ് അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത്. ഇത് നോക്കിയേ, ഡിയർ ഡയറി, ടുഡേ വാസ് എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇൻ മൈ എൻറ്റയർ ലൈഫ്. ഐ ഡിഡ് എ വെരി ബാഡ് തിങ് ടു നൈറ്റ് എന്നൊക്കെ പറയുന്നതിലെ അവന്റെ ചിന്തകളാണ്, അവന്റെ തോട്ട്സ് ആണ്, റോജറിന്റെ തോട്ട്സ് ആണ്. ഇനി ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേരല്ല ക്യാരക്ടറിന്റെ പേര് കൊടുക്കുന്നതോടുകൂടെ നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റ് ഫുള്ളായി.